ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ബെഡ് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബേക്കിംഗ് പൗഡർ കുറച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുമ്പം എക്സ്പയർ ഡേറ്റ് നോക്കി വേണം എടുക്കാൻ. അതേപോലെ ഇനി നമുക്ക് നല്ല മണമുള്ള പൗഡർ, നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഏതാണേലും അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു മണമൊക്കെ കിട്ടും പൗഡർ ഇടുമ്പം. പിന്നെ ബേക്കിംഗ് പൗഡർ എന്ന് പറയുമ്പോഴത്തേന് അണുക്കളും ഉണ്ടാകത്തില്ല. അതുമാത്രമല്ല ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും. ഇപ്പോൾ കുട്ടികൾ മൂത്രം ഒഴിച്ചാൽ തന്നെയും ആ ഭാഗത്ത് കുറച്ച് കൂടുതലിടുക ബേക്കിംഗ് പൗഡർ. അപ്പോൾ ആ അഴുക്കിനെയൊക്കെ വലിച്ചെടുക്കും. അതിനൊക്കെയുള്ള കഴിവ് ബേക്കിംഗ് പൗഡറിനുണ്ട്. അപ്പം മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് ആക്കിയതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞപ്പം ഇതേപോലെ ഒരു തുണി വെച്ച് നമുക്ക് തൂത്തിങ്ങെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇടയിലൊന്നും കയറത്തില്ല. ഇതേപോലെ ഒരു തുണി വെച്ച് മൊത്തത്തിൽ തൂത്തിങ്ങ് മാറ്റാം. അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ബെഡ്. ഉണ്ടോ? ഇങ്ങനെ തൂത്തെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു തുണി വെച്ച് നല്ലോണം ഒന്ന് തൂത്തെടുക്കാം. എന്താ പൊടിയെല്ലാം ഇങ്ങനെ വന്നോളും. അപ്പോൾ നമുക്ക് വെയിലും ഒന്നുമില്ലാത്ത ഭാഗമുണ്ടല്ലോ, മിക്കവർക്കും വെയിലൊന്നും കൊള്ളിക്കാൻ പറ്റത്തില്ല. കാരണം വലിയ ബെഡൊക്കെ ആയതുകൊണ്ട് പൊക്കിയെടുക്കുന്നതിനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ബെഡ് നല്ല ക്ലീനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മൂത്രമൊഴിച്ചാൽ തന്നെയും നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ബേക്കിംഗ് പൗഡറൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ ബെഡൊക്കെ നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും. ഇനി അടുത്തത് ബെഡ്ഷീറ്റ് നമ്മൾ വിരിക്കുമ്പോഴത്തേനും അതിൻ്റെ ഇപ്പം നമ്മൾ മുകളിലത്തെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാനൊരെണ്ണം വിരിച്ചിട്ടുണ്ട്. കോട്ടൻ്റെ ഏത് കളറാണേലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു വെള്ളയാണ് ഇട്ടിരിക്കുന്നത് അടിയിൽ, കണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മളൊരു ബെഡ്ഷീറ്റ് കോട്ടൻ്റെ വിരിച്ചതിന് ശേഷം നമ്മൾ മുകളിൽ നല്ലൊരു ബെഡ്ഷീറ്റ് വിരിച്ചാൽ കുട്ടികൾ എത്ര തുള്ളിച്ചാടിയാലും എത്ര നമ്മൾ കിടന്നതിനകത്ത് മറിഞ്ഞാലും ബെഡ്ഷീറ്റ് ചുളുങ്ങുകയും ഇല്ല. നല്ല രീതിയിൽ തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും. അപ്പോൾ ഇതേപോലെ തന്നെ ബെഡ്ഷീറ്റ് കിടന്നോളും. ഉണ്ടോ? നല്ല നീറ്റായിട്ട് കിടക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ അടിയിൽ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ ഒരെണ്ണം കൂടെ ഒരു ബെഡ്ഷീറ്റും കൂടെ വിരിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നല്ല ഒട്ടിക്കിടന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയോ ചുളുങ്ങുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. നമുക്ക് സൈഡിലൊന്നും കെട്ടിവെക്കുകയോ ഒന്നും വേണ്ട. ഇതേപോലെ അങ്ങ് കിടന്നോളും. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോവാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ വാസലിൻ കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ്. ഇപ്പോൾ വാസലിൻ നമുക്ക് കുറച്ചെടുത്തിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വെള്ളം അത്ര തിളപ്പല്ലാത്തതുകൊണ്ട് അത് അലിയാനും കുറച്ച് പാട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് വെള്ളവുമായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കിച്ചണിലാണേലും അതേപോലെ ഡൈനിങ് ടേബിൾ ആഹാരം കഴിക്കുന്നിടത്തൊക്കെ ഈച്ച, ഉറുമ്പ് അങ്ങനെയൊക്കെയുള്ള പ്രാണികളൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ വാസലിൻ വെള്ളത്തിനകത്ത് അലിയിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലാത്ത ഒരു കുപ്പിയിലോ ആക്കിയിട്ട് നമുക്കിതേപോലെ എല്ലായിടത്തും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കിച്ചണിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തുടച്ചാൽ മതി. അതേപോലെ തന്നെ ഡൈനിങ് ടേബിൾ, നമ്മൾ കഴിക്കുന്നിടത്ത്, ടീപ്പോ. അപ്പോൾ ഇങ്ങനെ ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് നല്ലൊരു തിളക്കവും കൂടെ കിട്ടും. അപ്പോൾ വാസലിൻ വെച്ച് ഗ്ലാസ് അതൊക്കെ തുടച്ചാൽ നല്ല നല്ല ഗ്ലേസിങ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ എല്ലായിടത്തും ഒന്ന് തുടച്ച് നോക്കുക. അപ്പോൾ ഈച്ചയുടെയും പ്രാണിയുടെയും ശല്യങ്ങളൊന്നും കാണത്തില്ല. ഇപ്പോൾ ടീപ്പോയും കൂടെ തുടച്ച് കാണിക്കാം. ഇനിയിപ്പം വാസലിൻ തൊട്ട് നമ്മൾ അടുത്ത ടിപ്പാണ്. വാസലിൻ തൊട്ട് നമുക്ക് ഇതേപോലെ തടിയുടെയൊക്കെ ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ കട്ടള പിന്നെ ഈ കതക് ഏതാണേലും നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു തുണി വെച്ചൊന്ന് തുടച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ദാണ്ട് തുടയ്ക്കുമ്പം തന്നെ കാണാൻ പറ്റും നല്ലൊരു ഉണ്ടോ, നല്ലൊരു ഗ്ലേസിങ്, നല്ലൊരു തിളക്കവും കിട്ടുന്നുണ്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്ത വാസലിൻ വെച്ച് നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും. പുതിയതുപോലെ തന്നെ ആയിട്ടുണ്ട്, കണ്ടോ ഡോറൊക്കെ. ഇനി അടുത്ത നേരത്തെ നമ്മൾ
വാസലിൻ കലക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇതേപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പ് നല്ല ഗ്ലാസിൻ്റെ ആണ്ട് നല്ലൊരു വെട്ടവും തിളക്കവും ഒക്കെ ഉണ്ടാകും. അത് മാത്രമല്ല ഈച്ച പ്രാണി ആ ശല്യം ഒഴിഞ്ഞ് കിട്ടും. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ടിപ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.